वो मर जाएगा। യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയുപകരണത്തിൽ തൂക്കുമെന്ന്. यीशु मसीह के हाथ पैरों को बांधकर उसको उस क्रूस पर लटकाया जाएगा। അവന്റെ മരണം കൊടുങ്കള്ളന്മാരുടെ മധ്യത്തിലായിരിക്കുമെന്ന്. उसकी मृत्यु डाकुओं के बीच में होगी। അവന്റെ മരണസമയം ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. उसके समय में पूरी प्रकृति पर, पूरी धरती पर अंधेरा आएगा। അവന്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിച്ചതുപോലെ ഇവന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. उसकी मृत्यु पर जैसे दूसरों की टांगे तोड़ी जाती है, इसकी हड्डी तोड़ी नहीं जाएगी। അവന്റെ മരണം കൊടുങ്കള്ളന്മാരുടെ മധ്യത്തിലാണെങ്കിലും അവന്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയിൽ നടക്കുമെന്ന്. डाकुओं के बीच में मरने के बावजूद उसकी दफनाई एक अमीरों की तरह होगी। കല്ലറയ്ക്കകത്തു നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. और उस कब्र के अंदर से विश्व भरे उस सारे जहर को तोड़ते हुए वो मृत्यु को हराकर जिंदा हो जाएगा। ആണിപ്പാടേറ്റ പൊന്നുകരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. और छिदे हुए हाथों से आशीष देते हुए वो चेलों के सामने स्वर्गारोहण करेगा। അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന്. और इंतजार करने वाले अपने पवित्रों को पवित्र आत्मा भेज कर देगा। എല്ലാ ദൈവമക്കളുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചാട്ടെ. ये सब लोग अपनी बाइबलें उठाकर ഒരിക്കൽ दिखाएं। കൂടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചാട്ടെ. एक बार और अपनी बाइबलें उठाकर दिखाएं। ഈ പ്രവചനം ചരിത്രത്തിൽ അക്ഷരികമായി നിറവേറിയെങ്കിൽ, यदि अब तक की भविष्यवाणियां सटीक पूरी हुई हैं, അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? तो क्या वो भविष्यवाणी भी पूरी नहीं होगी कि वो मेघों पर सवार हो आ रहा है? ഇന്ന് രാത്രി പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. आज रात आशा से भरे हुए सब लोग ऊंची आवाज में कहिएगा, അവൻ പോയതുപോലെ മടങ്ങി വരും. जैसे वो गया वापस आएगा। എല്ലാ പ്രിയപ്പെട്ടവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് सब प्रिय अपने हाथों को उठाइएगा। നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയരുമെങ്കിൽ, आपके हाथ ऊपर उठने के लिए ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന് പറയാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവേ വരേണമേ. क्यों ने अपने हाथों को उठाकर पूरी लालसा के साथ ऊंची आवाज में कहिएगा, हाँ प्रभु अति शीघ्र आ। ഇന്ന് രാത്രി അതിന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രം ഉയരട്ടെ. यदि आपके अंदर उसकी लालसा है तो आपके अंदर की इच्छा जगने पाए। ഇന്ന് രാത്രി അതിൽ കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രം ഉയരട്ടെ. आपके अंदर यदि उसके आगमन की लालसा है तो स्तुति स्वर उठने पाए। യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച ദൈവവൈദ്യന്റെ രാത്രിയുടെ പ്രതീക്ഷയും പകലിന്റെ പ്രതീക്ഷയും എന്റെ യേശുവിന്റെ മടങ്ങി വരവാണ്. असल में जिसने नया जन्म पा लिया तो रात हो या दिन उसकी एकमात्र आशा यीशु आ रहा ഞാൻ है। എന്നോടൊപ്പം നിങ്ങളെ പറയാൻ ക്ഷണിക്കുകയാണ്. मैं ये भी आपको बताने के लिए तैयार हूँ। എത്ര പേർക്ക് ഈ സദസ്സിൽ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. मुझे पता नहीं कितने लोग यहाँ बैठे നമുക്ക് हुए कह വലതുകരം ഒന്ന് पाएंगे। ഉയർത്തിപ്പിടിച്ച് പറയാം. अपने हाथों को उठाकर कहिएगा यदि कह കർത്താവ് पा തൻ रहे हैं ഗംഭീരനാദത്തോടെ कि परमेश्वर अपने बड़े नाद के साथ ഒന്ന് ശബ്ദം ഉയർത്തി സ്വയം ഒന്ന് പറഞ്ഞാട്ടെ, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് अपने हाथों को उठाकर खुद ऊंची आवाज में कहिएगा, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ परमेश्वर अपने बड़े स्वर के साथ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ प्रधान स्वर्गदूत की आवाज के साथ, ദൈവത്തിന്റെ കാഹളത്തോടെ परमेश्वर की तुरही के साथ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും स्वर्ग से उतर आएगा। ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും मसीह में मरे हुए पहले जी उठेंगे। ശബ്ദം ഉയർത്തി ऊंची आवाज में कहिएगा, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും मसीह में मरे हुए पहले जी उठेंगे। പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം उसके बाद जीवित बचे हुए हम അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ उसके साथ ऊपर आसमानों में കർത്താവിനെ എതിരേൽപ്പാൻ प्रभु को स्वीकार करने के लिए മേഘങ്ങളിൽ എടുക്കപ്പെടും. बादलों पर उठा लिए जाएंगे। ഇന്ന് രാത്രിയെ ബോധ്യമുള്ള ദൈവമക്കൾ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. यदि आप विश्वास करते हैं तो थोड़ा समय ताली बजाकर उसका धन्यवाद करिएगा। ശബ്ദം ഉയരട്ടെ, ശബ്ദം ऊंची ഉയരട്ടെ. आवाज में, ऊंची आवाज में। ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഞാൻ വിളിച്ചു പറയുന്നു, സങ്കല്പമല്ല, आज आराधना करने वालों को मैं बताना
चाहूंगा ये कल्पना नहीं है, ഇതൊരു യാഥാർത്ഥ്യമാണ്. ये एक असलियत है. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം ആ പ്രതീക്ഷ അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ. परमेश्वर के अनुग्रह से भरे हुए लोगों का धन्यवाद सुनकर पता चल जाएगा आशा मरी नहीं है. ആ ബോധ്യമുള്ള ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരണം. यदि विश्वास करते हैं तो ऊंची आवाज में उसकी स्तुति करें. നമുക്ക് ഇന്ന് രാത്രി വീണ്ടും ഒന്നുകൂടെ പറയണം. एक बार और हम मिलकर ये कहेंगे, നാം ഇന്നതാകുമെന്ന് मैं क्या बनूंगा. ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. अब तक वो प्रकट नहीं हुआ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ लेकिन जब वो प्रकट होगा, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് अब क्योंकि वो जहां पर है जैसा वो हम उसको देखेंगे, അവനോട് സദൃശ്യന്മാരായി മാറും. उसी के समान हम बन जाएंगे. ഇന്ന് രാത്രി അത് കൊതിയോടെ ഭരിക്കുന്ന ദൈവമക്കൾ आपके अंदर यदि ऐसा बनने की लालसा है, ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കുമ്പോൾ അറിയാം നിന്റെ ഉള്ളതിൽ കൊതിക്കുന്നുണ്ടോ. आपकी बैठक से पता चलना चाहिए कि दिल तड़प रहा है उसके लिए. അയ്യോ ഭൗതിക നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ മറുമൊരു നല്ല സുവിശേഷം. मैं बताना चाहूंगा सुसमाचार वो माध्यम नहीं कि खुद का पैसा कमाए, भौतिक भलाई पाए. നമ്മുടെ പ്രതീക്ഷ യേശുവിന്റെ മടങ്ങി വരവാണ്. हमारी आशा यीशु का आगमन है. ഇന്ന് രാത്രി അതിന് കൊതിയുള്ള ദൈവമക്കൾ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചേ. यदि आप उसके आगमन की लालसा रखते हैं तो हाथ उठाएं. ഭാഷാ വിവർത്തനം കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്ന ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കൊതിയുള്ളവരെല്ലാം ബോധപൂർവ്വം കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. और यहाँ पर जल्दी से जिनमें भी लालसा है अपने हाथों को उठाएं उसके आगमन की. ഈ ബോഡി ലാംഗ്വേജിന്റെ ഭാഷ എന്നൊരു പ്രത്യേക ഭാഗം പ്രസംഗ ശാസ്ത്രത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായി. हम प्रचार शास्त्र जब सीख रहे थे तो हमारी बॉडी लैंग्वेज हमारे शरीर की हरकतों के बारे में हमने सीखा. ആളിന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം വിഷയത്തോടുള്ള താല്പര്യം എത്രയുണ്ടെന്ന്. आदमी को बैठे हुए देखते ही पता चल जाता इच्छुक है या ना इच्छुक है. പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരാൾ രണ്ട് കൈയും പിണച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. यदि आप सामने बैठा हुआ आदमी दोनों हाथों को छाती पर रखकर बैठा है तो वो हमें ये कहता है. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചെവിയുടെ പുറകിലേക്ക് ചൂണ്ടുവിരൽ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. प्रचार सुनते वक्त यदि कोई कान के पीछे सामने बैठकर खुजलाता है तो वो एक और संदेश देता है. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിന്റെ മണ്ടയെ കാല് കയറ്റി വെച്ച് മുകളിലത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ പറയുന്ന ഒരു സന്ദേശം. प्रचार सुनते वक्त यदि कोई पैर पे पैर रखकर यूं हिलाता रहता है तो वो भी एक संदेश देता है. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ ചെന്ന് പുറകുവശത്ത് തലയുടെ പിൻപിൽ വിശ്രമിച്ചാൽ ഞങ്ങളോട് പറയുന്ന ഒരു സന്ദേശം. और यदि प्रचार के बीच में आपका हाथ पीछे सिर पर जाकर विश्राम स्थल में जा रहे हो तो वो भी एक संदेश देता है. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ കൂടെ കൂടെ വാച്ചേ നോക്കിയ നിർത്താറായില്ലേ ഉപദേശി എന്നാ പറയുന്നത് ആർക്കും അറിയാൻ വയ്യാത്ത. तो प्रचार के वक्त यदि बीच बीच में कोई घड़ी देखता है तो किसको पता नहीं चलेगा पादरी बंद कर टाइम हो रहा है. ഇവിടെ പറയുന്ന വിഷയം ഹൃദയത്തിൽ ശരിക്ക് കൊണ്ടാൽ വിശദീകരിക്കുന്ന കാര്യം ശരിക്ക് കൊണ്ടാൽ നിങ്ങളുടെ ശരീരത്തിന് കെമിക്കൽ ബാലൻസ് വരെ മാറും. यहां पर बताए जाने वाले प्रचार के संदेश को यदि सही से सीख लें आपके शरीर का रासायनिक द्रव तक बदल जाएगा. ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണിന്റെ ദൃഷ്ടിചലനം മുതൽ ഈ വിശദീകരണത്തിൽ നിങ്ങളുടെ വികാരം എത്രയുണ്ടെന്ന് കൃത്യമായി അളക്കാം. यहां से हम सही आकलन कर सकते हैं कि आपकी आंखें कैसे उसका प्रदर्शन बदल रही है, आपका भाव कैसे बदल रहा है. വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ തൊട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ കെമിക്കൽ മാറ്റം. बताने वाली बात यदि मन को छूती है तो हमारे अंदर एक केमिस्ट्री परिवर्तन होता है. നല്ല വിശപ്പുള്ള സമയം മീൻ വറക്കുന്ന ഹോട്ടലിന്റെ ഗന്ധം ഉയരുന്ന ജംഗ്ഷനിൽ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ നാസാരന്ധ്രത്തിന്റെ നിങ്ങളുടെ മൂക്കിന്റെ
ചുവട് ഭാഗത്തിന്റെ ചലനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വായിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത്. जब अच्छी भूख लगी और उस समय बढ़िया छोले भटूरे की दुकान के सामने से हम गुजरते हैं तो हमारे नासिक द्वार पर होने वाली हलचल से पता चल जाता है कि क्या हो रहा है. എന്തിന് ഞാൻ ഇവിടെ നിന്ന് വാളംപുളിയെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കട്ടെ? नहीं तो मान लो मैं इमली के बारे में प्रचार शुरू कर दूं. ഇവിടെ ഉണ്ടല്ലോ ഈ വാളംപുളി അല്ലേ? यहां पर भी है ना इमली. हैं. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അറിയാം തവിട്ട് കളറിലുള്ള അതിന്റെ പുറത്തെ തോട്. ये केरल वाली इमली है, उसके ऊपर एक आवरण होता है. അതൊന്ന് പൊളിച്ചു മാറ്റിയിട്ട് उसको थोड़ा हटाकर അതിനകത്തുനിന്ന് ഹൽവയുടെ രൂപത്തിലെ മാതളം അടർത്തിയെടുത്ത് उसके अंदर एक बहुत ही मृदुल पदार्थ होता है, उसे निकालकर അതൊരു സ്പൂണിലേക്ക് എടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ചുരച്ച് ചേർത്ത് उसको एक चम्मच में रखकर सही अनुपात में नमक मिर्च वगैरह लगा मिक्स करके അത് വിരലിൽ തൊട്ടിട്ട് നാക്കിൽ വെക്കുന്ന ചില ആൾക്കാർക്ക് നാക്ക് ചെന്ന് ചുണ്ടേ മുട്ടി. यहाँ पर जैसे ही उसको उंगली से जीभ में कईयों की गीली होने लग गई. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? पता है क्या हुआ? ഫ്ലൂട്ട് വായിക്കുന്നവന്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? आप बांसुरी बजाने वाले के सामने इमली खाकर दिखाओ. കൊഴലിൽ കൂടെ വെള്ളം ചാടും. उसकी उस बांसुरी में से पानी आ जाएगा. വിശദീകരിക്കുന്ന കാര്യം जो भी बातें यहाँ से बताई जाती हैं, തൊട്ടാൽ आपको यदि छू ले, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തെ കെമിക്കൽ വരെ മാറും. आपके अंदर यदि उसकी इच्छा जग गई, आपके अंदर का रासायनिक तंत्र बदल जाता है. അങ്ങനെയാണെങ്കിൽ യേശു മടങ്ങി വരും എന്ന് പറയുമ്പോൾ ഈ സൂചി വിഴുങ്ങിയ പോലെ ഇരിക്കുന്നതിന്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഇതകത്ത് തൊട്ടിട്ടില്ല. यदि यीशु के आगमन की बात हो रही है और बड़े यहाँ पे निठल्ले पत्थर की तरह बैठे हैं, तो उसका मतलब पता है क्या है? अंदर आग बात नहीं पहुंची है. എന്നാൽ ഇന്ന് രാത്രി പ്രതീക്ഷ നിറഞ്ഞ ദൈവമക്കളെ കരമുയർത്തിക്കൊണ്ട് പറയണം, ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന്. लेकिन आशा से भरे हुए सब लोग हाथ उठाकर कहिएगा, हाँ प्रभु शीघ्र आ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തിയ കരമുയർത്തിയത് പറഞ്ഞാട്ടെ. एक बार और ऊंची आवाज में हाथों को उठाकर कहिएगा. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി और भी ऊंची आवाज में कह सकते हैं, कहिएगा, ആമേൻ കർത്താവായ യേശുവേ വരണമേ. हाँ प्रभु शीघ्र आ. ഒരിക്കൽ കൂടെ एक बार और. ഇന്ന് രാത്രി അതിനോടനുബന്ധിച്ച് ഒരു പാട്ട് അവസാനം പാടി നമ്മൾ ആരാധിക്കണം. और इसी से संबंधित एक गीत गाकर हम आराधना समाप्त करेंगे. ഞാൻ ഈ अंत में പറയുന്ന എന്താണ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണം എന്നാണ് ആഗ്രഹം. मैं ये चाहता हूं कि ये बातें आपको अच्छे से समझ में आ जाएं. ബെഥാനിക്കും ബത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് और बेथेनिया और मकपेगा के बीच में യേശു ഒരു കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് യാത്രയാക്കി. यीशु मसीह एक लादू पर चढ़ यरूशलेम की ओर यात्रा करता है. അവന്റെ യാത്രാമൃഗം ഒരു കഴുതയാണ്. और उसकी सवारी एक गधा है.
കഴുത പ്രവാചക വാഹനമൃഗമാണ്. और वहां पर एक भविष्यवाणी शब्द है. ആ ജനതയുടെ പ്രവാചകനായിട്ടാണ് ഇപ്പോൾ അവൻ യാത്ര ചെയ്യുന്നത്. और उस समय वो लोगों का भविष्यद्वक्ता बनकर सवारी कर रहा है. ഒറ്റയ്ക്കല്ല പോകുന്നത്, പരിവാരത്തോടു കൂടെയാണ്. अकेला नहीं जा रहा, काफी लोगों के संग जा रहा है. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. और राजा लोग जाते हैं तो वो भी नौकर चाकरों के सैनिकों के साथ जाते हैं. എത്തിയതോടെ അശുദ്ധിയുടെ കച്ചവടം കണ്ടപ്പോൾ കയ്യിൽ ചാട്ടവാറെടുത്തു. और लेकिन जैसे ही मंदिर में पहुंचा तो अपवित्रता को देखते ही उसने कोड़ा उठा लिया. ദേവാലയ ശുദ്ധീകരണം പൗരോഹിത്യ കർമ്മമാണ്. मंदिर का शुद्धिकरण याजक का काम है. യേശു ആ ജനതയുടെ പ്രവാചകനാണ്. वहां पर यीशु वह भविष्यद्वक्ता है. ആ ജനതയുടെ പുരോഹിതനാണ്. उन लोगों का याजक भी है. ആ ജനതയുടെ രാജാവാണ്. वहां का राजा भी है എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യെരൂശലേം ദൈവാലയത്തിൽ എത്തിച്ചു. यरूशलेम ये सब व्यक्त कर यरूशलेम मंदिर में वो पहुंचा. തനിക്ക് എന്താണോ ഇവിടെ കാര്യമെന്ന മട്ടിൽ യേശുവിനെ അവർ പുറത്താക്കി. और यहाँ पर इसकी यहाँ पर क्या जरूरत, उन सभी लोगों को यीशु ने बाहर निकाल दिया. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ और बहुत रोई बिलकी आंखों के साथ, യെരൂശലേമേ യെരൂശലേമേ, हे यरूशलेम हे यरूनी बाहर छुपाने की कोशिश करी, നിനക്കോ മനസ്സായില്ല. लेकिन तूने मन नहीं दिखाया. നിന്റെ ഭവനം ശൂന്യമായി പോകും. तेरा ये भवन उजड़ जाएगा. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ലെന്ന് പറഞ്ഞു. और ये कहकर कि अब तब तुम मुझे नहीं देखोगे जब तक ये न कहोगे कि प्रभु का धन्य वो वापस नहीं आए. യെരൂശലേം ദൈവാലയത്തിന് നടുമുറ്റത്ത് നിന്ന് यरूशलेम मंदिर के आंगन में खड़े होकर യാഗത്തിന്റെ ഉച്ഛിഷ്ടമിച്ഛിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒലിപ്പുതോടായ കിദ്രോൻ തോട് കുറുകെ കടന്ന് और वहीं पर ऐतिहासिक एक नाला किद्रोन के नाले को पार करके ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ यहाँ पर जब इतने लोग परमेश्वर का वचन सुन रहे हैं, നമ്മുടെ കർത്താവിന്റെ പവിത്ര പാദ സ്പർശനത്താൽ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് मैं आप सबों को लेकर आना चाहूंगा उसी जैतूनी पहाड़ पर, जब उसके पग रखते ही वो पहाड़ दो भागों में विभाजित हो जाएगा. उसी स्थल की ओर കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ്. प्रभु उस जगह की ओर चेलों के साथ चल पहुंचता है. ആ അസ്തമന സൂര്യന്റെ കിരണങ്ങൾ പതിച്ച യെരൂശലേം ദൈവാലയത്തിന്റെ ശില്പ ഭംഗി കണ്ണിൽ ഉടക്കി നിൽക്കുമ്പോൾ, अस्त हो रहे सूरज की रश्मियों में चमकने वाले यरूशलेम का मंदिर जब दमक चमक रहा था, ദൈവത്തിന് സ്തോത്രം, ശിഷ്യന്മാർ പറയുകയാണ്, परमेश्वर का धन्यवाद, चेले कहते ഗുരു हैं, നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു हे ദൈവാലയം. गुरु देख ये मंदिर कितना सुंदर है. ഇടയ്ക്കൊരു ദൂത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. बीच में एक भविष्यवाणी आपको बताता हूं. പുറത്തെ ഭംഗിയല്ല യേശുവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. परमेश्वर को बाहर की सुंदरता नहीं, अंदर की सुंदरता महत्वपूर्ण है. പുറത്തെത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് വിശുദ്ധിയില്ലെങ്കിൽ അടിത്തറ തകർക്കുന്ന കരമാണ് യേശുവിന്റെ കരം എന്ന് വിസ്മരിക്കരുത്. और ये बात भी कभी मत भूलना कि बाहर कितना भी सुंदर हो, यदि अंदर पवित्र नहीं है, वही हाथ हमारे लिए संहारक बन सकता है. യേശു ശിഷ്യന്മാർ ഒരുമിച്ച് ഒലിവുമലയുടെ മുകൾ പരപ്പിലെത്തി. यीशु और चेले जैतून के पहाड़ के किनारे पहुंचे. യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ यीशु के पास आकर चेलों ने ഈ സമയത്ത് അവിടുന്ന് പറഞ്ഞ പ്രവചന വാക്കുകളെ കുറിച്ച് ചോദിക്കുകയാണ്. और यहाँ पर कहे गए भविष्यवाणी के वचनों को बताकर पूछते हैं, യേശു അത് എപ്പോഴാ സംഭവിക്കുന്നത്? यीशु ये भविष्यवाणियां कब पूरी होंगी? നിന്റെ വരവിനും യുഗത്തിന്റെ അന്ത്യത്തിനും അടയാളം പറഞ്ഞു തരണം. आपके आने और युग के अंत के लक्षणों को बताइएगा. നിങ്ങൾ ഇത് അറിയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. यहाँ पर जो बातें ये आपको जानने की जरूरत नहीं है, ये सब यीशु ने नहीं कहा. കർത്താവ് വിശകലനങ്ങൾ പറയാൻ തുടങ്ങി. यीशु ने विवरण बताने शुरू किए. എന്നിട്ട് കർത്താവ് പറഞ്ഞു, उसके बाद में यीशु ने ആ कहा, നാളും നാഴികയും സംബന്ധിച്ച്, वो समय या वो घड़ी, എന്ന് പറഞ്ഞാൽ ആ ദിവസവും ആ മണിക്കൂർ സംബന്ധിച്ച്, मतलब वो दिन और वो घंटा എന്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. स्वर्गदूत नहीं जानते, पुत्र भी नहीं जानता, केवल पिता जानता है. എന്നാൽ ഒരു സീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. लेकिन मैं आपको एक मौसम बताता हूं. ആ സീസൺ അടുത്ത് വരുമ്പോൾ നിങ്ങൾ തലകുനിച്ചുറങ്ങരുത്, നിങ്ങൾ തല ഉയർത്തി നോക്കിക്കൊള്ളണം. ഞാൻ അടുക്കൽ വാതുക്കൽ തന്നെയായിരിക്കും. जब वो मौसम प्रकट दिखे तो
सिर झुकाकर मत बैठना, उठाकर देखना, मेरा आना नजदीक होगा। നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും। नूह के समय के अनुसार ही मनुष्य के पुत्र का आना होगा എന്ന് പറഞ്ഞാൽ कहने का मतलब എന്താണ് അതിന്റെ അർത്ഥം? उसका मतलब क्या है? എല്ലാവരും കൂടെ ഒന്നുകൂടെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ। सब लोग हाथों को उठाकर धन्यवाद करें। ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ। एक बार और ऊंची आवाज में हालेलुया। എന്താണ് നോഹയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? नूह के दिन का मतलब क्या है? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? अब्राहम लिंकन का समय जब कहते हैं तो उसका मतलब क्या है? മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? मोतीलाल नेहरू का समय कहते हैं तो मतलब क्या है? അവരുടെ കാലം എന്ന് പറയുന്നത് उनके समय का मतलब അവർ ജീവിച്ചിരുന്ന കാലത്തിന്റെ സംസ്കാരമാണ്। जब वो जी रहे थे उस समय की संस्कृति। അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ यदि ऐसा है तो नूह का समय അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിന്റെ സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും। नूह के समय का संस्कार उसके इतिहास को बताता है। ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം। आज रात यहाँ बैठे हुए सब लोग बड़े ध्यान से सुनिएगा। ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം മധ്യപൂർവ്വ പ്രദേശത്തെ സംഭവങ്ങളെ നമ്മൾ ആത്മാവിൽ കാണാൻ। इसी पृष्ठभूमि में हमें मध्य पूर्व में हो रही युद्ध घटनाओं को देखकर जोड़कर समझना है। മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ मानव जाति में जब जब परमेश्वर ने दखलंदाजी की है വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്। उन सभी दखलंदाजियों को युगों में बदला गया है। അതിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധ്യയിൽ उसके अंदर विवेक युग जब खत्म हो रहा था ഒരു ഭയങ്കര സംഭവം ലോകത്തിൽ നടന്നു। उस समय दुनिया में एक बड़ी घटना घटी। നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞൊരു പെട്ടകം ഉണ്ടാക്കാൻ। नूह से कहा कि तू एक जहाज बनाना। പട്ടിയും പൂച്ച എരുമ എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി। वहां पे बिल्ली हो या सारे जानवर हाथी इत्यादि कतार बनाकर जहाज में घुसे। നാൽക്കാലി മിക്കവാറും പെട്ടകത്തിൽ കയറിയെങ്കിലും ഈ ഇരുകാലി മുക്കാലും പെട്ടകത്തിൽ കയറിയില്ല। यहाँ पे लगभग 4 पैर वाले जानवर अधिकांश जब चले गए, 2 पैरों वाले लोगों में से ज्यादा लोग अंदर नहीं गए। നാട്ടുകാരെല്ലാം പെട്ടകത്തിൽ കയറിയിട്ട് വീട്ടുകാർ പെട്ടകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കഷ്ടമായേനെ। दुख उस वक्त बढ़ जाता कि गांव वाले घुस गए, घर वाले बाहर रह गए। എന്നാൽ നാട്ടുകാർ ഒത്തിരി ഒന്നും ഇല്ലാരും പ്രസംഗിച്ച ഇവന്റെ വീട്ടുകാർ മൊത്തം പെട്ടകത്തിൽ। लेकिन गांव वाले शायद नहीं आए। जहां पर प्रचार जिसने किया उसके सारे के सारे घर वाले जरूर आए। ഞാനും എന്റെ മക്കളും ഈ കൃപയിൽ നിൽക്കുന്നെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള പ്രസംഗകരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്। मैं उन प्रचारकों के लिए प्रभु का धन्यवाद कहते हैं जो सीना तान कर कह सकते हैं कि मैं और मेरा घराना प्रभु के अनुग्रह में है। കരങ്ങൾ ഉയർത്തി വിളിച്ചു പറയാം, ഞാനും എന്റെ തലമുറയും ഈ പെട്ടകത്തിലുണ്ട്। अपने हाथों को उठाकर कहें, मैं और मेरी पीढ़ी इस जहाज के अंदर है। എന്റെ ദൈവം 2 വലിയ ജല ഉറവകളെ തുറന്നു വെച്ചു। परमेश्वर ने 2 बड़े झरोखे वहां खोले, खिड़की खोल के रखी। ഭൂഗർഭ ജലയറ തകർത്ത ജലപ്രവാഹം മുകളിലേക്ക് ഉയർന്നു। और धरती के झरोखे खोल जहाज को पानी ऊपर उठाने लगा। ആകാശത്തട്ടിലെ ജലയറ തകർത്ത് താഴേക്ക് പ്രളയജലം ഇരമ്പി ഇറങ്ങി। आकाश में सी झरोखे खुल गए और पानी बाढ़ के समान बहने लगा। യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് പെട്ടകം ഉയരാൻ തുടങ്ങി। यूफ्रेटिस नदी के एक किनारे में होते हुए ये जहाज उठता चला गया। ഉയർന്ന് उठता 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 അന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ ചെന്ന് പെട്ടകം ഉറച്ചിട്ട് उस समय का प्रसिद्ध पहाड़, उस पहाड़ के किनारे जाकर ये जहाज टिक गया। അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നത് സത്യമാണെങ്കിൽ, यदि उसमें से भी नूह और परिवार यदि जिंदा जीवित बाहर निकल कर आए, 2ാം ലോകമഹായുദ്ധകാലത്ത് താഴ്ന്നു പറന്ന ഒരു വൈമാനികൻ, और दूसरे विश्व युद्ध में जो निचले में दशा में पड़ा हुआ एक व्यक्ति, ഇറാഖിന്റെ അതിർത്തിയിലുള്ള ടർക്കിയുടെ ബോർഡറിൽ കൂടെ ഉയർന്നിൽക്കുന്ന പുരാതന പർവ്വതത്തിന്റെ മുകൾ പരപ്പിൽ കണ്ടെത്തിയ ആ വലിയ കപ്പൽ ഏതാണ്ട് 450 അടി നീളം, 45 അടി വീതി, 35 അടി പൊക്കമുള്ള ആ വലിയ പത്തേമാരിയുടെ അവശിഷ്ടങ്ങൾ കാർബൺ ടെസ്റ്റിൽ കണ്ടുപിടിച്ച് ഇങ്ങനൊരു സംഭവം നടന്നത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചെങ്കിൽ,
दूसरे विश्व युद्ध के दौरान इराक ही के पास में एक 7 माले के एक बहुत बड़े जहाज के अवशेष को देख कार्बन टेस्ट करके उसको यदि साबित कर दिया गया कि वो जहाज क्या था, യേശുവിന്റെ മടങ്ങിവരവ് സത്യമാകും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരമുയർത്തി വിളിച്ചു പറയണം, ആമേൻ കർത്താവേ വരേണമേ എന്ന്. यदि ऐसा है तो ये विश्वास करने वाले कि यदि वो पूरा हुआ तो यीशु भी जल्दी आ रहा है, ऊंची आवाज में कहें, हाँ प्रभु शीघ्र आ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. एक बार और ऊंची आवाज में कहिएगा. എല്ലാ ദൈവമക്കളുടെ കരമൊന്ന് ഉയർന്നു നിൽക്കട്ടെ. सभी अपने हाथों को उठाकर रखिए. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. नूह के समय के अनुसार मनुष्य के पुत्र का भी आना होगा. എല്ലാരും കൂടെ ശബ്ദം ഉയർത്തി പറയാമോ അങ്ങനെ? सब लोग मेरे पीछे दोहराइएगा, नूह के समय के अनुसार. കരം ഉയർത്തി ऊंची आवाज में हाथ उठाकर, नूह के समय के अनुसार मनुष्य के पुत्र का आना होगा. ഒന്നുകൂടെ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. एक बार और ऊंची आवाज में कहें हालेलुया. ഞാൻ പണ്ട് ഈ ഭാഗം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോ इस भाग को जब मैंने पहले पढ़ने की कोशिश की ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ ജനിപ്പിച്ചു എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചു. तो उत्पत्ति 5वें अध्याय में लिखे जन्माया 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 को मैंने पढ़ा. ഒന്നും മനസ്സിലാകുന്നില്ല. कुछ भी समझ नहीं आया. പിന്നെ ഞാൻ ചിന്തിച്ചു, फिर मैंने पूछा, ഇതിനെക്കാട്ട് നല്ലത് വല്ല ടെലിഫോൺ ഡയറക്ടറിയും വായിക്കുന്ന. इससे बढ़िया होता कि कोई टेलीफोन डायरेक्टरी में पढ़ लेता. എന്നാൽ പിന്നീടാ മനസ്സിലായത്, लेकिन बाद में ആകാശവും ഭൂമിയും മാറിയാലും സകലതും നിവർത്തിയാകുന്നത് വരെ ഇതിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെങ്കിൽ ഈ വചനത്തിന്റെ അതുല്യത ഓർത്ത് കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. लेकिन बाद में पता चला इतनी सटीकता से लिखी गई वाणी यदि बिल्कुल वैसी की वैसी पूरी हुई है तो पता उसका मतलब क्या है, इसमें जो लिख दिया वो पूरा होगा, बिना पूरा हुए वो व्यर्थ नहीं होगा. ഒന്നുകൂടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. एक बार और ऊंची आवाज में हाथ उठाकर हालेलुया. ആ കരം അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താമെങ്കിൽ കരം അടിച്ചു ദൈവത്തെ ताली മഹത്വപ്പെടുത്തുക. बजाकर यीशु का धन्यवाद करेंगे. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. बड़े ध्यान से बैठिएगा. നോഹയുടെ അപ്പച്ചന്റെ പേരെന്താണ്? नूह के दादा का नाम क्या है? ശ്രദ്ധിച്ചു കേൾക്കണേ. बड़े ध्यान से सुनना. നോഹയുടെ അപ്പന്റെ പേരെന്താണ്? नूह के दादा का नाम क्या है? ഞാൻ പറയാം, ലാമേക്ക്. और लमेक. ലാമേക്കിന്റെ അപ്പന്റെ പേരെന്താണ്? लमेक के पिता का नाम क्या है? മെതുശലേഹ്. मेतुशेलह. മെതുശലേഹിന്റെ അപ്പന്റെ പേരെന്താണ്? मेतुशेलह के पापा का नाम क्या है? ഹാനോക്ക്. हनोक. അപ്പോൾ ഹാനോക്കിന്റെ മകനായ तो हनोक के बेटे മെതുശലേഹിന്റെ മകനായ मतुशेलह के बेटे ലാമേക്കിന്റെ മകനാണ് लमेक का बेटा है നോഹ. नूह. ഇനിയും നോഹയുടെ കാലം എന്താണ്? तो नूह का समय क्या है? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പശ്ചാത്തലം പറയുന്നു. मैं आप सब जानते हैं उस पृष्ठभूमि को, वही बता रहा हूं. ആദ്യത്തെ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടായവരാണ് നമ്മൾ എല്ലാവരും. सब लोग हम आदि माता और पिता से जन्मे हैं. നമ്മുടെ ആദ്യത്തെ അപ്പനും അമ്മയും ആരാ? हमारे प्रथम माता पिता कौन है? ആദാമും आदम, ഹവ്വയും. हव्वा. അവർക്ക് 2 മക്കളുണ്ടായി. उनके 2 बेटे हुए. ചിലർ ഈ കല്യാണം ആലോചിക്കുകയും അനുബന്ധ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ എടുത്തവായി ചോദിക്കുന്ന ഒരു രഹസ്യ ചോദ്യമുണ്ട്, നമ്മുടെ കൂട്ടരാണോ എന്ന്. और कई बार जब रिश्ता वगैरह आता है तो बीच बीच में पूछते हैं कि क्या हमारी ही जाति वाले हैं. എന്ന് പറഞ്ഞാൽ मैंने നമ്മുടെ का मतलब പാരമ്പര്യമാ വിഷയം. നമ്മുടെ പാരമ്പര്യം, क्योंकि वो अपनी परंपरा को बनाए रखना चाहते हैं. നമ്മുടെ എല്ലാവരുടെയും പാരമ്പര്യത്തിന് ആദ്യത്തെ പാരമ്പര്യം ഞാൻ പറയാം. हमारी सारी परंपराओं की प्रथम परंपरा मैं आपको बताता हूं. അമ്മ മോഷ്ടിച്ചു. मां ने चोरी की മോഷണം മുതൽ അപ്പനും കൊണ്ട് കൊടുത്തു. और चोरी करके उसमें से पिता को भी दिया. അപ്പനും അമ്മയും കൂടെ മോഷണം മുതൽ തിന്നു. माता पिता ने चोरी की गई वस्तु खाई. മൂത്ത ചെറുക്കനെ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. बड़े वाले ने छोटे वाले को खत्म कर दिया. അവരുടെ കൊച്ചുമക്കളാണ് നമ്മളെല്ലാരും. उसी के नाती पोते बैठे हुए ये सारे. നല്ല കുടുംബേത്രമല്ലേ?
अच्छा इतिहास है ये। ക്രൂശിന്റെ ചുവട്ടിലെ കുടുംബചരിത്രമല്ലാതെ മറ്റൊന്നും പറയാൻ നമുക്കില്ല പ്രിയപ്പെട്ടവരെ. അതോർത്ത് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. क्रूस में जो हमें महत्ता मिली, उस महत्ता से बढ़कर कुछ भी मेरी जिंदगी में कहने को नहीं। उस योग्यता के लिए प्रभु का धन्यवाद कहेंगे। എന്റെ കൂടെ നിങ്ങൾ ഈ രാത്രി അല്പ മിനിറ്റുകൾ കാണണം. कुछ मिनट और आप मेरे साथ ही सटे रहिएगा। നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. ये सब बातें अंदर घुसने पाए। ആദാം മുതൽ ഏഴാമനായ ഒരു ഹാനോക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. आदम से 7वीं पीढ़ी में जन्मे हनोक के बारे में बाइबल बताती है। എത്രാമനാണ്? कौन सी पीढ़ी? ഏഴാമൻ. 7वीं। ആ ഏഴാമനായ ഹാനോക്കിന്റെ 7वीं पीढ़ी हनोक के മകനായ മെതുശലേഹിന്റെ बेटे मधुशले के മകനായ ലാമേക്കിന്റെ बेटे लेमेक का മകനാണ് നോഹ. बेटा है नू। അവൻ നോഹയുടെ കാലം പഠിക്കണമെങ്കിൽ नू का समय पढ़ने के लिए നോഹയുടെ അപ്പൻ नू का पिता, ലാമേക്കിന്റെ അപ്പൻ लमेक का पिता, മെതുശലേഹിന്റെ അപ്പൻ मधुशले का पिता, ലാമേക്കിന്റെ അതേ കാലം, അത് ഹാനോക്കിന്റെ കാലം പഠിക്കണം. हनोक के समय को पढ़ना जरूरी है। ഒരു മിനിറ്റ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. 1 मिनट आप यहीं पर हैं तो हाथ उठाकर धन्यवाद करें। എല്ലാവരും വേദപുസ്തകം തുറക്കണം. सब लोग बाइबल खोलिएगा। ഉൽപ്പത്തി പുസ്തകം उत्पत्ति 4-ാം അധ്യായം 4था अध्याय അതിന്റെ 16-ാമത്തെ വാക്യം. और उसका 16वां पद। പെട്ടെന്നൊന്ന് വരണം, जल्दी से हम उसको निकालेंगे। വേഗം വരണേ. जल्दी से ഉൽപ്പത്തി 4-ന്റെ 16 വായിച്ചാട്ടെ. उत्पत्ति 4 का 16। तब कैन यहोवा के सामने से निकल गया और गोद नामक देश में अदन के पूरब की ओर जाकर रहने लगा। ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. लामेक ने 2 पत्नियां ली। അതിന്റെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ലാമേക്ക് താഴോട്ട് വരുമ്പോൾ എഴുതിയിട്ടുണ്ട് 2 ഭാര്യമാരെ എടുത്തു. എന്നാൽ 4-ന്റെ 16-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 4-ന്റെ 16 മലയാളത്തിൽ ഒന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. 16 से ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോർത്ത് ദേശത്ത് എന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്നെ മകന്റെ പേരിട്ടു. ഹാനോക്കിനെ ഈരാദ് ജനിച്ചു. ഈരാദ് മെതുയേലിനെ ജനിപ്പിച്ചു. മെതുയേൽ മെതുശേലിനെ ജനിപ്പിച്ചു. മെതുശേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ശ്രദ്ധിച്ചേ ध्यान से देखिएगा। എല്ലാവരും കൂടെ കരമുയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. हाथों को उठाकर हालेलुया। ആ കരങ്ങളൊന്ന് ഉയർത്തി. ആദ്യത്തെ പിതാവ് ആദം. पहला पिता आदम। രണ്ടാമത്തെ പിതാവ് കായീൻ. दूसरा पिता कैन। മൂന്നാമത്തെ പിതാവ് ഹാനോക്ക്. तीसरा पिता हनोक। നാലാമത്തെ പിതാവ് ഈരാദ്. चौथा पिता इराद। അഞ്ചാമത്തെ പിതാവ് മെഹുയേൽ. 5वां महुआएल। ആറാമത്തെ പിതാവ് മെതുശേൽ. 6वां मधुशाएल। ഏഴാമത്തെ പിതാവ് ലാമേക്ക്. और 7वां लेमेक। അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. बड़े ध्यान से देखिएगा। ഈ ആദമിന് ദൈവം കൊടുത്ത ഒരു മകൻ മറ്റൊരാളിനെ കൊന്നല്ലോ. एक बेटा जो परमेश्वर ने आदम को दिया, उसने दूसरे को मार गिराया। ആരെ കൊന്നു? किसने किसको मारा? കായീൻ ഹാബേലിനെ കൊന്നു. काइन ने हाबिल को मारा। കൊല്ലപ്പെട്ട ഹാബേലിന്റെ സ്ഥാനത്ത് ദൈവം ഒരു മകനെ കൊടുത്തു. और हाबिल की जगह पर परमेश्वर ने एक और बेटा दिया। അവന്റെ പേരാണ് ശേത്ത്. उसका नाम है शेत। അപ്പോൾ ആ വഴിയിൽ ഒന്നാമത്തെ പിതാവ് ആദം. उसी इस रास्ते में आप देखिए, पहला पिता രണ്ടാമത്തെ आदम, പിതാവ് ശേത്ത്. दूसरा पिता शेत, മൂന്നാമത്തെ പിതാവ് ഏനോശ്. तीसरा एनोश, നാലാമത്തെ പിതാവ് കേനാൻ. चौथा केनान, അഞ്ചാമത്തെ പിതാവ് മഹലേൽ. 5वां महलेल, ആറാമത്തെ പിതാവ് യാരദ്. 6वां यारेद, ഏഴാമത്തെ പിതാവ് ഹാനോക്ക്. 7वां हनोक। ഈ ഹാനോക്കാണ് ഉടലോടെ എടുക്കപ്പെട്ടത്. और ये हनोक से शरीर उठा लिया गया। ഒന്ന് ശ്രദ്ധിക്കണേ. सब लोग ध्यान से सुनिए। ഒരു ഭാഗത്ത് ലാമേക്ക് എന്ന കായീന്റെ കൊച്ചുമക്കൾ പടർന്ന് പന്തലിച്ച് അപ്പന്റെ നേതൃത്വത്തിൽ കഴിയുന്നു. एक जगह पर कैन की रेखा में सारे लेमेक के साथ जब पल बढ़ रहे थे, മറുവശത്ത് ആ ശേത്തിന്റെ പിന്തലമുറക്കാർ തുടർച്ചയായി കുടുംബമായി കഴിയുന്നു. तो दूसरी तरफ शेत की वंशावली में से हनोक का परिवार पल बढ़।
लिखा हुआ है। മറുവശത്ത് ദൈവം കൊടുത്ത ശേത്തിന്റെ കൊച്ചുമകനായ ഹാനോക്ക് കഴിയുന്നു. और दूसरी तरफ शेत का पोता हनोक जी रहा है। ഈ ഹാനോക്കിന്റെ മകനായ മെതുശലേഹിന്റെ മകനായ ലാമേക്കിന്റെ മകനാണ് ആര്? നോഹ. നോഹയുടെ വല്യപ്പച്ചനാണ് ആര്? तो नूह का दादा है कौन? ഈ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. शेष शरीर उठाया गया हनोक। നോഹയുടെ വലിയപ്പച്ചനാണ് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. नूह का दादा था जो शेष शरीर उठाया गया। അപ്പോൾ ഒരു ഭാഗത്ത് ചുറ്റും പരന്നു കിടക്കുന്നത് കായിന്റെ കൊച്ചുമക്കളാണ്. एक तरफ हर जगह पर कैन के जब बच्चे थे, മറുവശത്ത് പരന്നു കിടക്കുന്നത് അത് നോഹയുടെ അതേ വല്യപ്പച്ചനും കുടുംബാംഗങ്ങളുമാണ്. और दूसरी तरफ इसी नूह के सारे दादे इत्यादि पोते इत्यादि हैं। നിങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാത്രി കണ്ണുകൾ കേന്ദ്രീകരിക്കപ്പെട്ട് ഇന്നത്തെ സംസ്കാരത്തിനെ നോക്കണം. अब आप सब लोग अपनी नजरें आज के संस्कार की ओर थोड़ा ध्यान से ഇതൊന്ന് देखें। തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അറിയാതെ കരമുയർത്തും. സ്തോത്രം ചെയ്യും. यदि इसको समझ गए अनजाने आप प्रभु की स्तुति करना शुरू कर ഈ देंगे। രാത്രി കർത്താവിന്റെ വരവ് അടുത്തെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ ശബ്ദമുയർത്തി ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം यदि ചെയ്യാം. आप यीशु के आगमन की आशा में बैठे हैं, विश्वास है, तो एक बार और हाथ उठाकर उसका धन्यवाद करें। ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. मैंने इस प्रकार पढ़ा है। ഈ വടക്കേ ഇന്ത്യൻ മേഖലയിൽ എവിടെയോ ഒരു ശ്രദ്ധേയനായ ശാസ്ത്രചിന്തയുള്ള മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. और उत्तर भारत में कहीं पर विज्ञान वगैरह जानने वाला एक व्यक्ति रेलगाड़ी में यात्रा कर रहा था। പെട്ടെന്ന് അദ്ദേഹം ട്രെയിനിന്റെ ചങ്ങല ചാടിക്കയറി വലിച്ചു. अचानक उसने गाड़ी की जंजीर खींच दी। റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? रेलवे वालों ने आकर पूछा, जंजीर क्यों खींची? അദ്ദേഹം പറഞ്ഞു, ഈ 1500 മീറ്ററിനപ്പുറത്ത് എവിടെയോ ട്രെയിനിന്റെ പാളം ശത്രുക്കൾ തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. और उसने कहा, मुझे एक संदेह उत्पन्न हुआ कि 500 कुछ मीटर आगे दुश्मनों ने पटरी उखाड़ रखी है। പെട്ടെന്ന് അവർ നിരീക്ഷണം നടത്തി. കറക്റ്റ് ആയിരുന്നു. 500 മീറ്റർ അപ്പുറത്തെ പാളം തകർത്തിട്ടിരിക്കുകയായിരുന്നു വിപ്ലവകാരികൾ. उन्होंने जाकर खोज कर देखा तो पता चला 500 मीटर दूर पटरियां उखड़ी पड़ी हैं। തിരിച്ചു വന്നവർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ പാളം തകർത്തിട്ടുണ്ടെന്ന്? वापस आकर इससे पूछा, आपको कैसे पता चला कि पटरी उखड़ी पड़ी അപ്പോൾ है? അദ്ദേഹം പറഞ്ഞു, उन्होंने कहा, ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ കേൾക്കുന്ന ചുക് 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 എന്ന ശബ്ദം, जब गाड़ी पटरी पर चलती है तो चुक 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 जो आवाज आती है, കേവലം ഇഞ്ചന്റെ ശബ്ദം തന്നെയല്ല, പാളവും ഇഞ്ചവും തമ്മിലുള്ള താളത്തിന്റെ അലൈൻമെന്റിന്റെ ശബ്ദമാണ്. वो केवल इंजन की आवाज नहीं है, इंजन और पटरी की आवाज मिश्रित तरीके से लय में बनाती है वो आवाज। പാളം തകർന്നാൽ താളം മാറും. पटरी बिगड़ी, लय बिगड़ जाएगी। ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു, താളം മാറി വരുന്നു. मैं कुछ समय से देख रहा था, लय बदल रही ഒരു है। കാര്യം ഉറപ്പാണ്, പാളം തകർന്നിട്ടുണ്ട്. एक पक्की बात है कि वो पटरी कहीं उखड़ी पड़ी है। ഞാൻ പാളവും താളവും പറയാൻ വന്നതല്ല. लेकिन मैं यहाँ पर पटरी या लय की बात नहीं बता रहा हूं। എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പരമാർത്ഥതയോടെ ചെവി തുറന്ന് ശ്രദ്ധിച്ചാൽ നോഹയുടെ കാലം നമ്മുടെ കൺമുൻപിൽ അടുത്ത് കഴിഞ്ഞു. यदि आप बड़े ध्यान से देखेंगे तो आप नूह के समय को देख पाएंगे कि हमारे सामने भी गुंजित हो रहा है। ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. बड़े ध्यान से आप सब लोग पढ़िएगा। ഒന്ന് വായിച്ചാട്ടെ. അതെ അതിന്റെ 4:16 വാക്യം. हम उसके 16वें पद को एक बार और पढ़ेंगे। तब कैन यहोवा के सम्मुख से निकल गया और नोद नामक जगह पर जो अदन के लगा। और जब कैन अपनी पत्नी के पास गया, वो गर्भवती हुई, उसने हनोक को जन्म दिया।
कैन ने एक नगर बसाया, उस नगर का नाम अपने बेटे के नाम पर हनोक रखा. അതിന്റെ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾ सिल्ले എന്നും പേർ. 19वां पद कहता है लेमेक ने 2 स्त्रियां ब्याई, एक का नाम आदा और दूसरे का सिल्ला था. ഒരുത്തി ആദ, മറ്റൊരാൾ സില്ല. एक आदा और दूसरी सिल्ला. ഒരേ സമയം 2 ഭാര്യമാർ. एक ही समय 2 पत्नियां. കുടുംബജീവിതത്തിന്റെ അടിത്തറ തകർന്നു. पारिवारिक जिंदगी की नींव ढह गई. അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ बड़े ध्यान से आप देखिएगा, അവിടെ എഴുതിയിരിക്കുന്നു, वहां लिखा है ആദ യാബാലിനെ പ്രസവിച്ചു. यादा ने याबाल को जन्म दिया. അവിടെ എഴുതിയിരിക്കുന്നു, वहां लिखा है കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി और തീർന്നു. वो तंबुओं में रहने वालों, पशुपालन करने वालों का पिता बना. പശുക്കളെ കൂട്ടമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള ബ്രീഡിനെ തയ്യാറാക്കുന്ന അതെ കാർഷിക മേഖലയേക്കാൾ ശക്തമായി പശുഫാമുകൾ നിർമ്മിക്കുന്ന ഒരാളുടെ പിതാവായി അദ്ദേഹം മാറി. एक ऐसे वर्ग का वो पिता बन गया जो अपनी पूरी क्षमता के साथ ब्रीड वगैरह करवा के पशुपालन को कृषि से भी ज्यादा महत्व देकर पशुपालन को बढ़ाने वालों का पिता ये बना. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. उसके भाई यूबाल था. അവൻ കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി മാറി. और वो वीणा और बांसुरी बजाने वालों का पिता बना. എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുന്ന തലമുറയിലേക്ക് എത്തി. मतलब कंप्यूटर जैसे तंत्रों का आविष्कार करने वाले, बनाने वालों का पिता बन गया. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. सिल्ला ने तूबल कैन को जन्म दिया. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. और पीतल और लोहे के हथियार बनाने वालों का पिता बना. ഖനിയുടെ ഉടമസ്ഥനായി മാറി. और वो उसका मालिक बन गया. ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിച്ചേ, आज सब लोग बड़े ध्यान से सुनिए. ഒരു വശത്ത് കിടക്കുന്ന കുടുംബ പശ്ചാത്തലം കുടുംബജീവിതത്തിന്റെ പവിത്രതയുടെ അടിത്തറ തകർന്നു. एक तरफ पारिवारिक जिंदगी की पवित्रता, पारिवारिक जिंदगी की नींव ढह गई. ലൈംഗിക ആസക്തി ഉയർന്ന ഒരേ സമയം 2 ഭാര്യമാരെ ജീവിത പങ്കാളികളാക്കി സ്വീകരിക്കത്തക്ക വിധത്തിൽ അതെ വളരെ മ്ലേച്ഛമായ ലൈംഗിക അരാജകത്വത്തിലേക്ക് പോയി. लैंगिक तौर पर यौन मामलों में अपनी आसक्ति का बढ़ावा देने के लिए 2 स्त्रियों से शादी कर लैंगिक परिवर्तन को वहां पर देख सकते हैं. 3-ാമത്തെയോ 4-ാമത്തെയോ ഭാര്യയുടെ 5-ാമത്തെയോ 6-ാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഇരുകാലി മൃഗങ്ങളുടെ ഈ തലമുറയിൽ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, ലൈംഗിക ജീവിതത്തിന്റെ അടിത്തറ തകർന്ന കാലമായിരുന്നു പ്രളയത്തിന് മുൻപുള്ള കാലം. सुनिएगा, आज भी जानवरों के समान तीसरी या चौथे का जो पति था वो 5वीं या 6वीं की पत्नी बनाकर जानवरों के समान आज भी जब जी रहे हैं, वो समय नूह का समय था. അന്നത്തെ ടെക്നോളജിയുടെ ഉയർച്ചയിലേക്ക് മനുഷ്യവർഗം കുതിച്ചുയർന്നു. उस समय की तकनीक में मानव जाति उछाल भरने लगी. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. लेकिन मैं आपका ध्यान इसी समय एक और घर की ओर लेकर ആദാം जाता हूं. മുതൽ 7-ാമനായ ഹാനോക്കിന്റെ മുറിക്കകത്ത് ദർശനം വ്യാപരിക്കുകയാണ്. आदम के 7वीं पीढ़ी वाले हनोक के कमरे में एक दर्शन आता है. ഒരുവന്റെ മുറിക്കകത്ത് സമൃദ്ധി ഉയർന്നപ്പോൾ एक के घर में जब समृद्धि उत्पन्न होती है, മറ്റൊരുത്തന്റെ വീട്ടിൽ ദർശനം വ്യാപരിക്കുക. दूसरे घर में दर्शन आता है. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ പറയട്ടെ, यहां पर आए हुए परमेश्वर के बच्चों बड़े ध्यान से सुनिएगा. ഒന്നും നേടിയില്ലെങ്കിലും കൃപയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ज्यादा कुछ पाया या नहीं पाया, लेकिन अनुग्रह को आप पकड़कर जी पा रहे हैं तो हाथ उठाकर धन्यवाद करिएगा, हमें वो सौभाग्य मिला ഇന്ന് है. രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ जब आप ये सब मेरी बातें सुन रहे हैं, ഞാൻ നിങ്ങളുടെ മുൻപിൽ വിളിച്ചു പറയട്ടെ, मैं आप सबों को ये कहना चाहता हूं, സ്വന്തം സഹോദരനെ കൊന്ന
खुद के भाई को मारने वाला, ചോരക്കറ കയ്യിൽ പിടിച്ച, अपने लहूलुहान हाथों को अपने हाथों से, സാക്ഷാൽ പിശാചിന്റെ സന്തതിയുടെ और शैतान ही की संतान बनकर ഒറ്റ തലമുറ പോലും एक पीढ़ी भी ഇന്ന് ഭൂമിയിലില്ല. आज उनकी बड़ी पीढ़ी या वंश धरती पर नहीं है. ആ കെട്ടകാലത്ത് लेकिन उस कष्ट के समय में ദൈവകൃപയിൽ നിന്ന് परमेश्वर के अनुग्रह में ദർശനം പ്രാപിച്ച दर्शन पाकर ഹാനോക്കിന്റെ മകൻ, हनोक का बेटा, മെതുശലേഹിന്റെ മകൻ, मधुशले का बेटा, ലാമേക്കിന്റെ മകൻ, लमेक का बेटा, നോഹയുടെ കൊച്ചുമക്കൾ, नू का पोता, ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നിലനിർത്തിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന്റെ തലമുറയെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും ഇതിന്റെ പുറകിൽ ഉയരുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കരം ഉയർത്തി പറയണം, അവിടെ വ്യാപരിച്ച ദൈവകൃപയാണ് എനിക്ക് ആവശ്യം. और यदि उस नूह के पोते इस्राएल को आज तक कोई भी खत्म नहीं कर पाया, यदि आज तक वो बने हैं तो मिलकर हाथ उठाकर धन्यवाद करिएगा. अनुग्रह में चलने वालों के वंशजों को संभालने और चलाने वाला है वो. ഇരിപ്പിൽ സ്തോത്രത്തോടെ വിളിച്ചു പറയണം, ആ വീട്ടിൽ വ്യാപരിച്ച ദൈവകൃപയാണ് എനിക്ക് ആവശ്യം. और आप ये कहिएगा बैठे बैठे, जो अनुग्रह वहां आया वो मुझे भी चाहिए. വിവാഹ ജീവിതത്തിന്റെ പവിത്രത തകർന്ന കാലം, वैवाहिक जिंदगी की पवित्रता जहां बिगड़ गई, ഇന്റലക്ച്വലായി മനുഷ്യൻ കുതിച്ചുയർന്ന കാലം, मनुष्य अपनी बुद्धिमत्ता में जब उछाल भरने लगा. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, പെട്ടകത്തിൽ കയറാൻ ഒടുവിൽ എത്ര പേരുണ്ടായിരുന്നു? मैं आपसे पूछूं, अंत में जहाज में कितने लोग चढ़ने को तैयार थे? എത്ര പേരുണ്ടായിരുന്നു പെട്ടകത്തിൽ കയറാൻ? कितने लोग तैयार थे? 8 പേര്. 8 लोग. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? बाकी सब कहां गए? ശ്രദ്ധിക്കണേ, ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? ध्यान से सुनिएगा, बाकी सब कहां गए? ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ അപ്പൻ ലാമേക്ക് 777 കൊല്ലം ജീവിച്ചിരുന്നില്ലേ? और 707 साल जीने वाला उसका नूह का पापा लेमेक का 70 പേര് ഇറങ്ങിപ്പോയിട്ട് 400 വർഷം കൊണ്ട് 30 ലക്ഷമായി ഇസ്രായേലിൽ ചരിത്രമുണ്ടെങ്കിൽ, और यदि 400 साल में जो 70 गए थे, यदि वो 6 लाख बन गए, 700 വർഷം ജീവിച്ചിരുന്നവന്റെ കുടുംബ പശ്ചാത്തലത്തിൽ അംഗസംഖ്യ എന്തായിരിക്കും? तो 700 साल जीने वाले के परिवार में कितने लोग होने चाहिए? അദ്ദേഹത്തിന്റെ അപ്പൻ മെതുശലേഹ് 969 വർഷം ജീവിച്ചിരുന്നില്ലേ? और उसी का पापा मधुशेले 969 साल जिया था. മറ്റു മക്കളും കൊച്ചുമക്കളും എല്ലാം എന്ത് ചെയ്യും? उनके सारे नाती पोते बच्चे कहां? അദ്ദേഹത്തിന്റെ അപ്പൻ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക് 365 കൊല്ലം ജീവിച്ചിരുന്നില്ലേ? उनका पिता हनोक 365 साल जिया, जो शरीर उठाया ബാക്കിയുള്ള गया. മക്കളും കൊച്ചുമക്കളും എല്ലാം എന്ത് ചെയ്യും? उसके बाकी सारे नाती पोते कहां? പ്രളയം അടുത്തപ്പോൾ മിക്കവാറും എല്ലാം പെട്ടകത്തിന് പുറത്താകുകയും 8 പേര് മാത്രം പെട്ടകത്തിലാകുകയും ചെയ്തെങ്കിൽ, കാണുന്നവരെല്ലാം കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമ്പോൾ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നിത്യത പ്രവേശനമുള്ളൂ. ആ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ, യേശുവേ ഞാനും ആ സംഘത്തിൽ ഉണ്ടാകണമെന്ന്. इतने सारे लोगों के वहां होने के बावजूद भी सारे के सारे जहाज में नहीं गए. उनमें से यदि 8 अंदर गए हैं तो सुनिएगा, हर दिखने वाले को ले जाने के लिए वो नहीं आ रहा, लेकिन कुछ लोगों को ले जाने के लिए वो आ रहा है. बैठे बैठे प्रार्थना करिए, हाथों को उठाकर कहिए, प्रभु जब तू लेने आएगा मैं भी उस संग का भाग बनना चाहता हूं. ആരൊക്കെ പരിഹസിച്ചാലും, चाहे कोई भी उपहास करे, ആരൊക്കെ അപമാനിച്ചാലും, चाहे कोई भी अपमानित करे, ആരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, कोई भी कहे कि नहीं होगा, എന്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചലിച്ച പോലെ मेरा प्रभु अपना हाथ प्रकृति के पार और प्रतीक्षा के पार प्रकट करेगा. യേശുവിന്റെ മടങ്ങി വരവ് यीशु का ഒരു आगमन പ്രത്യേക ഘട്ടത്തിൽ സംഭവിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി പറയണം, നോഹയുടെ കാലം പോലെ ഇനി അടുത്തു കഴിഞ്ഞു കർത്താവിന്റെ വരവ്. और यदि आप विश्वास करते हैं कि यीशु का आगमन किसी भी समय हो सकता है, तो मिलकर धन्यवाद करें कि वो जल्दी आने वाला है. ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? उसकी सबसे बड़ी खासियत पता क्या है? കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തകർന്ന കാലം നോഹയുടെ കാലം. पारिवारिक जिंदगी की नींव जहां पर ढह गई, नूह का समय. പ്രസംഗിച്ചവൻ പരിഹസിക്കപ്പെട്ട കാലം നോഹയുടെ കാലം. प्रचारकों का उपहास करने वाला समय. ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന്
പ്രസംഗിച്ച വ്യക്തി പരിഹസിക്കപ്പെട്ടു എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. और यहाँ पे बिल्कुल स्पष्ट लिखा है कि जब वो हजारों के साथ आएगा, कहे गए प्रचार को लोगों ने उपहास माना, മടങ്ങി വരവ് പരിഹസിക്കപ്പെട്ടു. उसके आगमन का उपहास बनाया. ഇനിയും അടയാളമായി ഒരുവനെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. लेकिन वहां पर चिन्ह के तौर पर परमेश्वर ने एक को खड़ा किया. അദ്ദേഹമാണ് മെഥൂശലേഹ്. उसका नाम है മെഥൂശലേഹ്. മെഥൂശലേഹിന്റെ അർത്ഥം മൃത്യുശാലേഹ്, മരണം വരും, ഇവന്റെ മരണത്തോടെ കൂട്ടമരണം തലമുറയെ മൂടും എന്ന അടയാളം മുൻപിൽ നിൽക്കുകയാണ്. और वहां पर उनके सामने ये चिन्ह था कि मधुशलेह का पापा मधुशाय मरेगा, उस समय वो वंश उठाया जाएगा. പക്ഷേ അടയാളം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ആളില്ല. चिन्ह सामने तैयार है तो भी विश्वास करने के लिए कोई भी तैयार नहीं है. അന്ന് മെഥൂശലേഹ് ആയിരുന്നു അടയാളമെങ്കിൽ ഇന്ന് പലസ്തീനിലെ യഹൂദനാണ് അടയാളം. उस समय यदि मधुशलेह निशानी था, आज फलस्तीन निशानी है. എന്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. हमारा प्रभु का हाथ प्रतीक इस प्रकृति के अतीत प्रकट होगा. നോഹയോട് ദൈവം പറഞ്ഞു, മോനെ നീ അകത്ത് കയറ്, എന്റെ കൈ കവാടം അടയ്ക്കാൻ പോവുക. नूह को परमेश्वर ने कहा, बेटा तू अंदर जा, मैं दरवाजा बंद करूंगा. രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, എന്റെ കർത്താവ് കൃപയുടെ വാതിൽ അടയ്ക്കാൻ പോകുന്നു എന്ന് ബോധ്യമുള്ളവർ കരമുയർത്തി ഇരിപ്പിൽ കർത്താവിന് സ്തോത്രം. क्यों नहीं हम मिलकर प्रभु का धन्यवाद करें कि वो समय भी आ रहा है. यीशु अनुग्रह का दरवाजा अतिशीघ्र बंद करने जा रहा है. ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തണം. ऊंची आवाज में प्रभु का धन्यवाद करें. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? यहाँ पे कितने लोग जो अभिषेक पाए हुए यहाँ पर बैठे ഞാൻ हैं. രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, ഈ തലമുറയിൽ നടക്കാൻ പോകുക. आत्मा से भरे हुए लोग मिलकर कहेंगे, मेरी पीढ़ी में ये होगा, നടക്കാൻ പോകുകയാണ്. मेरी पीढ़ी में ये होगा, ഈ തലമുറയിൽ നടക്കാൻ പോകുകയാണ്. मेरी पीढ़ी में ये होगा. നിങ്ങൾക്കറിയാമോ, നടക്കാൻ തുടങ്ങുന്ന ഒരു മഹായുദ്ധത്തെ കുറിച്ചുള്ള പ്രവചനം? आपको पता है होने वाले महायुद्ध के बारे में एक भविष्यवाणी. യെഹെസ്കേൽ 38 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. यहेजकेल 38 घर पर जाकर पढ़िएगा. ഞാൻ നാളെ വിശകലനം ചെയ്യാം. मैं बाद में उसके बारे में कल बताता हूं. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും और फारस हो, खूती हो, ये सब लोग अपनी सेना के साथ 1935 മുൻപ് ഇറാന്റെ പേര് പാർസി എന്നായിരുന്നു. और 1935 से पहले ईरान का नाम फारस था. യുദ്ധം നടക്കുന്ന സമയത്തെ കുറിച്ച് സൂചനയുണ്ട്. युद्ध के समय का लक्षण वहां लिखा. റേഡിയേഷൻ പ്രവഹിക്കുന്ന ആയുധം പ്രയോഗിക്കപ്പെടും എന്ന സൂചനയുണ്ട്. और ऐसा वहां पे लिखा हुआ है कि हड्डियों को भी एक हथियारों की तरह उनका उपयोग किया जाएगा. നോഹയുടെ കാലം ഇനി അടുത്തു കഴിഞ്ഞു. नूह का समय नजदीक आ रहा है. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ചോദിക്കുന്നു, ഇന്ന് രാത്രി യേശു വന്നാൽ ഞാൻ കാണുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? लेकिन मेरा आपसे सवाल, यदि आपको लगता है कि उत्तर मेरा हां है, तो उठाकर ये कहिएगा कि मैं जब यीशु आएगा मैं भी जा पाऊंगा. എല്ലാ നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. आज सारे मुंह में ये प्रार्थना आ जाए. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. यीशु मसीह के लहू की शक्ति यहाँ पर प्रकट होने पाए. വലത്തുമിരിക്കുന്നവരെ മറന്നുകൊണ്ട് ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് തുടങ്ങട്ടെ. आसपास बैठे हुए लोगों को भूल कर उसकी स्तुति करना शुरू എല്ലാ करें. നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. सब लोग ऊंची आवाज में प्रार्थना करना शुरू करें. ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. परमेश्वर की शक्ति यहाँ पर प्रकट होने पाए. ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ഇരുന്ന് ആരാധിക്കുന്ന നിന്റെ मुझे पता है आज यहाँ आराधना करने वाले आपको നിത്യതയുടെ തലം വ്യക്തമാക്കാൻ അനുവദിക്കാതെ अनंतता के अपने स्तर को प्रकट करने से रोकने वाली മടങ്ങി വരവിൽ കൈവിടപ്പെടത്തക്ക വിധം हर प्रकार कई जब हम हाथ हमारा छूट सकता है. ശക്തികൾ നിന്റെ മേൽ പിടിമുറുക്കുമ്പോൾ, अंधकार की ताकतें जब आपको वश में कर रही हैं, ഇന്ന് രാത്രി അതിനെ അഴിച്ചു മാറ്റിയിട്ട് लेकिन आज रात उसका संहार करके മടങ്ങി വരവിന്റെ ചൈതന്യം ഈ രാത്രി നിങ്ങളിലേക്ക് വ്യാപരിക്കണം. आपके अंदर परमेश्वर की महिमा की चेतना का प्रकटीकरण हो. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. और ऐसे ही आशा से भरे हुए लोग प्रार्थना शुरू करें. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. यदि आप अन्य भाषा में बोलना चाहते हो तो अन्य भाषा में बोलकर उसकी स्तुति शुरू करें. നോഹയുടെ കാലം ഇനി അടുത്തെത്തി കഴിഞ്ഞു. ये नूह का समय नजदीक आ गया है. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. पृथ्वी अपराध से भर गई है. കുടുംബജീവിതത്തിന്റെ അടിത്തറ തകർന്നു. पारिवारिक जिंदगी की नींव
ढही पड़ी है കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യൻ കുതിച്ചുയർന്നു. और आज मनुष्य बुद्धिमत्ता में उछाल भर रहा है. ഒരു പ്രസംഗിക്കപ്പെടുന്നവർ പരിഹസിക്കപ്പെടുന്നു. आज भी प्रचारकों का उपहास हो रहा है. അടയാളം വിശ്വസിക്കാൻ ആളില്ലാത്ത കാലം വന്നിരിക്കുന്നു. एक ऐसा समय आ गया लक्षणों पर लोग विश्वास नहीं कर रहे. എന്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങുന്നു. लेकिन परमेश्वर प्रकृति के पार आपके लिए कार्य करेगा. എല്ലാവരും ഒരു നിമിഷം കണ്ണൊന്ന് തുറക്കണം. आइए सब लोग इधर देखिए, सब लोग आंखें खोलकर देखिए. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. मैं ये कहकर समाप्त करूंगा. ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് उस जैतून पर्वत के किनारे യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ്. यीशु और चेले चल रहे हैं നമ്മുടെ കർത്താവ് അതിന് മുകളിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. और बिल्कुल उसके ऊपर प्रभु प्रकट हुआ. അവൻ വാതക സഞ്ചയമായിട്ടല്ല, വാതക यह സഞ്ചയമായി वो केवल एक वायु समान प्रवाह में नहीं आया, വായു വ്യൂഹമായിട്ടല്ല, वायु का एक लक्षण बनकर नहीं ഞാൻ आया. നിങ്ങളെ കാണുന്നത് പോലെ, आपको जैसे हम देख पा रहे हैं, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ आप जैसे हमें देख पा रहे हैं. യേശു ഒലിവുമലയുടെ മുകൾ പരപ്പിൽ നിൽക്കുകയാണ്. यीशु जैतून पर्वत पर आक्षरिक तौर पे खड़ा है. ഗലീല മലയുടെ മുകളിൽ കർത്താവ് നിൽക്കുമ്പോൾ और उस जैतून के ऊपर जब प्रभु खड़ा था, അവൻ ആ കരങ്ങൾ രണ്ട് ഉയർത്തി उसने अपने दोनों हाथ उठाए. മുകളിലോട്ട് പോയപ്പോൾ ऊपर की ओर जब गया, യേശു ഏത് ബോഡി ലാംഗ്വേജിലാ പോയെന്നറിയാമോ? यीशु अपने शरीर की किस हरकत में ऊपर गया? അവൻ കൈകൂപ്പി പിടിച്ചോണ്ടല്ല പോയത്, हाथ जोड़कर नहीं गया, അവൻ കൈ താത്തിട്ടോണ്ടല്ല പോയത്, हाथ नीचे लटका कर नहीं गया, കരം ഉയർത്തി അവരെ ആശീർവദിക്കയിൽ അവൻ ഉയരുകയായിരുന്നു. आशीष देता हुआ वो ऊपर उठता चला गया. പർവ്വതത്തിന് മുകളിൽ ഒരാൾ കരം ഉയർത്തി നിൽക്കുമ്പോൾ पर्वत पर जब कोई हाथ उठाकर खड़ा होता है, ഈ രംഗം അതുപോലെ കണ്ട മറ്റൊരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? यही तस्वीर की दूसरी जगह पर भी कुछ लोगों ने देखी थी. പർവ്വതത്തിന് മുകളിൽ മോശ കരം ഉയർത്തി നിൽക്കുമ്പോൾ पर्वत के ऊपर जब मूसा अपना हाथ उठाकर खड़ा था, പാളയത്തിൽ ജയം വ്യാപരിക്കുകയാണ്. नीचे घाटी में विजय हो रही थी. യേശു കരം ഉയർത്തി നിന്നതിന്റെ കാരണം यीशु ने हाथ उठाकर क्यों दिखाया? ഈ ലോകമാകുന്ന പാളയത്തിൽ പാതാള ഗോപുരങ്ങളോട് എന്റെ സഭ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥതയുടെ കരങ്ങൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞാൻ ഉയർത്തി പോരാടുമെന്ന ഉറപ്പോടെ എന്റെ യേശുവിന്റെ കൈ ഉയർന്നു നിൽക്കുകയാണ്. यीशु मसीह ने वो हरकत इसलिए कही क्योंकि वो कह रहा था, जब दुनिया की घाटी में मेरी कलीसिया अधोलोक के फाटकों से युद्ध करेगी तो उनके लिए बिचवाई करने मेरा हाथ उठा रहेगा. കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ जब उसका हाथ उठा है, യേശു ഉയരാൻ തുടങ്ങി. यीशु उठने लगा. നിങ്ങൾ ഈ രാത്രി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. बड़े ध्यान से आप मेरे शब्दों को सुनिएगा. 500ഓളം പേർ, 500 से करीब लोग, 1000ഓളം കണ്ണുകൾ, 1000 से ज्यादा आंखें ഇമവെട്ടാതെ നോക്കി നിൽക്കുമ്പോൾ बिना टकटकी लगाए जब देख रही थी, സ്പർശനവേദ്യമായ जो जिसे कोई छू नहीं सकता, കാൽ പിടിച്ച് നമസ്കരിക്കാൻ കഴിയുന്ന किसी को द्वारा वो पकड़ा नहीं जा सकता, ആ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ശരീരം मौत पर जय पा उठ गया वो शरीर, അവിടുന്ന് മുകളിലേക്ക് 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 ഉയരുകയാണ്. वो ऊपर की ओर उठता चला गया. അവരുടെ കണ്ണുകൾ മുകളിൽ ഉയർന്നു. उसकी उनकी आंखें भी ऊपर की ओर उठने लगी. ആ മുറിവേറ്റ പാദങ്ങളെ വെള്ളിമേഘങ്ങൾ മൂടി. उसके छिदे हुए हाथों को और पैरों को बादलों ने छिपा लिया. അവർ സ്തബ്ധരായി മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ്. और चकित होकर जो जब ऊपर देख रहे थे, അവർ നോക്കി നിൽക്കുന്ന സമയത്ത് उनके देखते समय ഒരു ശബ്ദം, एक आवाज आई, ഗലീല പുരുഷന്മാരെ, एक गलील के पुरुषों, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? तुम आकाश की ओर क्यों देख रहे हो? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ यीशु ने तुम्हें छोड़कर वो स्वर्ग में गया. അവൻ പോയതുപോലെ അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. जैसे आपने जाते हुए देखा, उसे आप आते हुए देखोगे. ഈ രാത്രി
ശ്രദ്ധിക്കണേ, आज रात को ध्यान से सुनिएगा, അപ്പോസ്തോലിക സഭയുടെ प्रेरिताई कलीसिया के ഒന്നാമത്തെ യൂണിറ്റ് पहले उस व्यक्ति അവരുടെ പച്ച കണ്ണുകൾ കൊണ്ട് നോക്കി पहले श्रोताओं ने अपनी आंखों से जब देखा, യേശു കയറിപ്പോയെങ്കിൽ यीशु उनके सामने यदि ऊपर गया, അപ്പോസ്തോലിക സഭയുടെ प्रेरिताई कलीसिया के ഒടുവിലത്തെ യൂണിറ്റ് अंतिम लोग നോക്കി നിൽക്കേ, देखते देखते അവൻ മടങ്ങി വരും. वो वापस आएगा. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, यदि आप विश्वास करते हैं तो ऊंची ഇത് आवाज में कहिएगा സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. कि हाँ, वो मैंने जो देखा वो सच है. ആ കരങ്ങളൊന്ന് ഉയർത്തി വീശി പിടിക്കാം. अपने हाथों को फैलाकर ऊपर उठाइएगा. യേശു മടങ്ങി വരുമെന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പറയുമോ? ऊंची आवाज में कहिएगा यीशु आ रहा വായ് है. തുറന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ऊंची आवाज में कहिएगा यीशु आ रहा ഉപലപിച്ച है. ദൈവമക്കളുടെ നാവിൽ സ്തോത്രം ഉയരട്ടെ. आपके मुंह में उसका धन्यवाद आने पाए. നോഹയുടെ കാലം ഇനി അടുത്തു കഴിഞ്ഞു. नूह का समय करीब आ गया. കുടുംബജീവിതത്തിന്റെ അടിത്തറ തകരുന്നു. पारिवारिक जिंदगी की नींव ढह पड़ी है. ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ മനുഷ്യൻ കുതിച്ചുയരുന്നു. वैज्ञानिक आविष्कारों में दुनिया उछाल भर रही है. പരിഹസിക്കപ്പെടുന്നു. प्रचारकों का उपहास हो रहा है. എന്നാൽ ഒരു ചോദ്യം, लेकिन एक सवाल, എല്ലാരെയും കൊണ്ടുപോകാനല്ല അവിടുന്ന് വരുന്നത്. सबको लेने के लिए वो नहीं आ रहा. 10 ലക്ഷത്തോളം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന അന്നത്തെ തലമുറയിൽ 8 പേരായിരുന്നെങ്കിൽ, यदि 10 लाख के करीब लोगों के बीच में 8 लोग ही जा पाए. ഞാൻ കൈവിടപ്പെടരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. कितने लोग कहते हैं कि मैं छूट नहीं जाऊं, अपना हाथ उठाकर दिखाएं. ആ ശബ്ദം ഒന്ന് ഉയർത്തി പ്രാർത്ഥിച്ചേ. अपनी ऊंची आवाज में प्रार्थना करें. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. हर कोई प्रार्थना में आ जाए. ഇതിന്ന് രാത്രിയിൽ ഏറ്റവും ഗൗരവത്തോടെ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. और बड़े ही गंभीरता के साथ आपको ये कहता ഞാൻ हूं, കൈവിടപ്പെടരുതെന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ശബ്ദം ഉയരട്ടെ. यदि आप चाहते हैं कि मैं छूट नहीं जाऊं, प्रार्थना के शब्द को ദൈവ उठाइए. തേജസ്സ് ഈ ഓഡിറ്റോറിയത്തിന് മീതെ വ്യാപരിക്കുന്നു. इस परमेश्वर की उपस्थिति इस ऑडिटोरियम में फैली है. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുന്ന प्रभु രാത്രിയാണ്. की उपस्थिति कईयों को छूना चाहती है. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ आपको- യേശുവിന്റെ കരം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. आपको बांधने वाली अंधकार की ताकतों को खोलने वाला यीशु का हाथ यहाँ है. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. अन्य भाषा में बोलने वाले आत्मा में आ जाइएगा. കൃപ ലഭിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ ആരാധന ഉയരണം. वरदानों से भरे हुए लोग आराधना में आ जाइएगा. യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. यीशु यहाँ पर आया है. അവിടുന്ന് ചില വ്യക്തികളെ ഇന്ന് രാത്രി തൊടാൻ वो തുടങ്ങുകയാണ്. कुछ लोगों को छू रहा है. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. हमारे हाथ रखने से ज्यादा यीशु आपको छू रहा है. പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കണം. प्रार्थना में आत्मा में सब लोग युद्ध करना शुरू करें. കർത്തൃ ശുശ്രൂഷയുള്ള ദൈവദാസന്മാരുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. परमेश्वर के दास यदि आप हैं तो आपकी आवाज सबसे ऊंची यहाँ उठने पाए. ദൈവ തേജസ്സിന്റെ മേഘം ഇതിന് മീതെ വ്യാപരിക്കുന്നുണ്ട്. परमेश्वर की महिमा का बादल यहाँ पर छाया है. നിങ്ങൾ നിത്യതയിൽ എത്താതിരിക്കത്തക്ക വിധം आपको अनंतता में जाने से रोकने के लिए നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി അഴിയണം. आपको बांधने वाली शक्तियां आज खुलने पाए. നിങ്ങളുടെ നിത്യത തകർക്കുന്ന വ്യാപാരം
ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കണം. आपकी अनंतता को खत्म करने वाली शक्तियों पर आप जय पाएं. പോരാ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കട്ടെ. इतना नहीं ऊंची आवाज में प्रार्थना करें. പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. प्रार्थना की आवाज उठने पाए. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിങ്ങളെ കഴുകുന്ന രാത്രി. यीशु का लहू आज आपको धो रहा है. നിങ്ങളുടെ നിത്യത കൈവിട്ടു പോകത്തക്ക വിധം अनंतता छूट नहीं जाए. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സാത്താന്യ ബന്ധനം बांधने वाली ताकतें ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയണം. आज यीशु के नाम में टूटने पाए. ഹോരേബിൽ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ തേജസ് और उस झाड़ी में जैसे प्रभु की महिमा उतरी, മുൾപ്പടർപ്പിനെ മൂടിയതുപോലെ झाड़ी में जैसे उसकी महिमा उतरी, ഇന്ന് രാത്രിന്റെ आज आपके शरीर पर भी जो उसकी आराधना में है, ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം आपके एक एक अंग को पता चले. ദൈവ തേജസ്സിന്റെ അസാധാരണ വ്യാപാരം परमेश्वर की उपस्थिति का बड़ा प्रभाव ശരീരത്തെ തൊടുന്ന രാത്രിയായി यहाँ पर कईयों को छूने वाली रात बन रही है. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു. मैं आत्मा में देख पा रहा ഈ हूँ. ഓഡിറ്റോറിയത്തിന് മധ്യത്തിലൂടെ इस ऑडिटोरियम के बीच में തേജസ് ഉടുത്തുകൊണ്ട് महिमा पहनकर യേശു ഈ രാത്രി നടക്കുകയാണ്. यीशु चल रहा है. ചില ബന്ധനങ്ങളെ അഴിക്കാൻ अपने दोनों ताल बजाकर അവന്റെ കരം ചില വ്യക്തികളെ ഈ രാത്രി തൊടുകയാണ്. कईयों को उसका हाथ छूना चाहता है. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ आत्मा में प्रार्थना करने वाले और ऊंची आवाज में आराधना ഈ करें. രാത്രി നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आज आपके ऊपर उसकी शक्ति उतर ആ आए. തേജസ്സിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. परमेश्वर की महिमा कईयों को छू रही है. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, आपके वायदे के खिलाफ, നിന്റെ തലമുറയ്ക്കെതിരെ, आपकी पीढ़ी के നിന്റെ खिलाफ, ശുശ്രൂഷയ്ക്കെതിരെ सेवकाई के खिलाफ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ आने वाली अंधकार की ताकतों को അഴിച്ചു മാറ്റാൻ हराने के लिए യേശുവിന്റെ കരം यीशु का हाथ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. आज रात आपके लिए चल रहा है. സുന്ദരമെന്ന ദൈവാലയ ഗോപുരവാതിക്കൽ और उस मंदिर सुंदर नामक उस फाटक पर ഇരിക്കുന്ന മുടന്തന്റെ അടുക്കലേക്ക് ചെന്നിട്ട് बैठे हुए लंगड़े के पास जाकर, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, सोना चांदी हमारे पास नहीं है, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. जो है वो हमें दे आपको देते हैं. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ यीशु के नाम में उठने की जब आज्ञा അവന്റെ दी കാതിലേക്ക് വീണ വചനത്തിന്റെ ശക്തി और वहां पर आए गए वचन की शक्ति അവന്റെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് उनके शरीर में प्रवेश कर गई. അവന്റെ കാലുകളെ ബലഹീനമാക്കിയിരിക്കുന്ന उसके पैरों को निर्बल बनाने वाली ആ ബന്ധനത്തെ അഴിച്ചു മാറ്റി बंधन की शक्तियों को दूर അവനെ कर തുള്ളിച്ചാടുമാറാക്കിയെങ്കിൽ उसे यदि उसने नचवाया, ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന യേശുവിന്റെ രക്തം आज रात यहाँ जो यीशु का लहू है, നിന്നെ കെട്ടിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ आपको बांधी रखी सारी शत्रु की शक्ति യേശുവിന്റെ को നാമത്തിൽ यीशु के नाम में അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. बातों खोलने वाली रात है ആ ये. രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് अपने दोनों हाथों को ऊपर उठाकर യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ ऊंची आवाज में यीशु कहते हुए प्रार्थना करें. വായ് ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ऊंची आवाज में यीशु ലജ്ജ കൂടാതെ വാ തുറന്ന് പറഞ്ഞാട്ടെ. बिना लज्जा के मुंह खोल कर कहें. ഈ രാത്രി ലജ്ജ കൂടാതെ വാ തുറന്ന് പറഞ്ഞാട്ടെ. बिना लज्जा के आज शाम आप मुंह खोल कर कहें. യേശുവേ എന്ന് ശബ്ദം ഉയർത്തി വിളിക്കാം. यीशु ഈ രാത്രി യേശുവേ എന്ന ശബ്ദം ഉയർത്തി വിളിക്കാൻ. ऊंची आवाज में यीशु ഈ രാത്രി യേശുവേ എന്ന ശബ്ദം ഉയർത്തി വിളിക്കാൻ ऊंची आवाज में कहें यीशु. ചില വ്യക്തികൾ ഇവിടെ തയ്യാറാകുമെങ്കിൽ यहाँ पर उसकी बलों तो नहीं पाए, നിന്റെ മേൽ അവിടുത്തെ കരം തൊടുന്ന രാത്രിയാണ്. उसका हाथ आपको छू रहा है. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റാട്ടെ. सब लोग अपनी जगह पर खड़े हो ആ जाएं. രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് दोनों हाथों को उठाकर നിങ്ങൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ऊंची आवाज में प्रार्थना करने जा रहे ആ हैं. കരം ഉയർത്തിപ്പിടിക്കാവുന്നവർ കരം ഉയർത്തിപ്പിടിച്ച് और जो अपना हाथ उठा सकते हैं उठाइएगा. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ. सब लोग प्रार्थना में आ जाएं. ഒരു വായ്പോലും അണഞ്ഞിരിക്കരുത്. कोई भी चुप नहीं रहे.
നിങ്ങളുടെ രണ്ട് കരം ഉയർത്തിയിട്ട് നിങ്ങൾ ശബ്ദം ഉയർത്തി പറയണം യേശുവേ എന്ന്. ऊंची आवाज में सब लोग कहें यीशु. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന കർത്തൃദാസന്മാർ പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. यहाँ पर आए हुए सभी परमेश्वर के सेवक भी प्रार्थना में युद्ध शुरू करें. ഇതിന് നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. हमारे बीच में वो आया है. അവിടുത്തെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുകയാണ്. उसका हाथ कईयों को छू रहा है. തേജോമയനായ അബ്രഹാമിന് വെളിപ്പെട്ടവൻ, और महिमामयी जो अब्राहम के सामने प्रकट हुआ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യെശയ്യാവ് കണ്ടവൻ, ऊंचे और उठे सिंहासन पर यशायाह ने जिसको देखा, ക്രൂശിൽ പിടഞ്ഞു മരിച്ചിട്ടും क्रूस में मरने के बावजूद മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തവൻ, मौत को हराकर तीसरे दिन जिंदा जो हो गया, ഗലീല കടലിന്റെ കരയിൽ गलील नदी के तट पर കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചവൻ, हे बच्चों तुम्हारे पास खाने को क्या कह पूछने वाला, എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് इम्मौस के चेलों के साथ चलने वाला, അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തവൻ, उनको वचन बताने वाला, വാതിലടച്ച് ഭയപ്പെട്ട് അകത്തിരിക്കുമ്പോൾ बंद दरवाजे में भयभीत जो बैठे थे, കതക് തുറക്കാതെ അകത്ത് വെളിപ്പെട്ട് बिना दरवाजा खोले अंदर जो प्रकट हुआ, നിങ്ങൾക്ക് സമാധാനം അരുളി ചെയ്തവൻ, उनको ऊपर शांति बोलने वाला, വലിയ ഗലീല മലമുറത്തു നിന്ന് और इतना ही नहीं है गलीली उस वजह पे അവർ खड़े होकर സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതായി നേരിട്ട് കണ്ടവൻ, और स्वर्गारोहण करते हुए जिनको उन्होंने सामने देखा, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ, युग के अंत तक साथ रहने का वायदा करने वाला, ദൈവസഭയെ മുടിച്ചു മുന്നേറിയ ശൗലിനെ परमेश्वर की कलीसिया को मारने वाले शाऊल को വഴിതിരിച്ചുവിടാൻ उनकी दिशा को बदलने के लिए ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിൽ ഇറങ്ങി വന്നവൻ, दमिश्क में महिमा के साथ उतरने वाला, പത്മോസിൽ നിലവിളക്കിന് നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് നടന്നവൻ, पतमूस में 7 दिन के बीच उज्जवल वस्त्र पहन चलने वाला, കൺവെൻഷന്റെ നടുവിൽ और आज यहाँ हर वेस्ट के कन्वेंशन में भी ഇതിന് നടുവിൽ ആരാധിക്കുന്ന വ്യക്തികളുടെ കണ്ണുകൾക്ക് മുൻപിൽ आराधना करने वाले अपने लोगों के बीच യേശു में ഇറങ്ങി വന്നിട്ടുണ്ട്. ओ यीशु आया ആ है, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് अपने दोनों हाथों पर उठाकर ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയുമോ? ऊंची आवाज में कहें यीशु, നിങ്ങൾ ലജ്ജ കൂടാതെ ഈ രാത്രി ശബ്ദം ഉയർത്തുമോ? बिना लज्जा के अपनी आवाज ऊपर उठाएं, എല്ലാ നാവിൽ നിന്ന് പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. सभी अपने मुंह से उसकी आवाज ഈ उठाएं, ഭൂമിയിലെ ആളുകൾക്ക് മാതാപിതാക്കൾ പേരിടുമ്പോൾ और यहाँ पर जब धरती पे लोग बच्चों का नाम डालते हैं അപ്പനും അമ്മയും ആലോചിച്ചാണ് പേര് കൊടുക്കുക. तो माता पिता आपस में सोचकर नाम डालते हैं, എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന പേര് കൊടുത്തത് लेकिन यीशु का नाम യോസേഫും മറിയയും അല്ല. यूसुफ और मरियम ने नहीं അത് दिया, മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, वो मिट्टी से जन्मा हुआ नाम नहीं था, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. वो स्वर्ग में बना हुआ नाम था, അത് സകല നാമത്തിനും മേലായ നാമമാണ്. और वो नाम सभी नामों से ऊंचा नाम ആ है। നാമം കേട്ടാൽ പാതാള ശക്തികൾ വിറയ്ക്കും. उस नाम के आगे पाताल लोक थर थराता ആ है, നാമത്തിങ്കൽ ഭൂതാത്മാക്കൾ അലറും. नाम के आगे दुष्टात्माएं चिल्ला उठती ആ हैं, നാമത്തിങ്കൽ രോഗബന്ധനങ്ങൾ അഴിയും. उस नाम के आगे बीमारियां चली जाती അത് हैं, രക്ഷയുടെ മുദ്രയായ നാമമാണ്. वो मुद्रा उद्धार की डालने वाला नाम है। യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. यीशु का वही नाम यहाँ पर भी आ रहा ആ है। രണ്ട് കൈകളും എത്രത്തോളം ഉയർത്താമോ आप इस हाथों को जितना उठा सकते हैं അത്രത്തോളം ഉയർത്തിയിട്ട് उतना उठाकर ഇന്ന് രാത്രി ഒരുമിച്ച് വിളിക്കാം, യേശുവേ. आज रात मिलकर कहे यीशु, ശബ്ദം ഉയരട്ടെ, और ऊंचा, ശബ്ദം ഉയരട്ടെ. और ऊंचा,
ദൈവം എന്ന ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ, परमेश्वर नामक यदि कोई सच है, എന്റെ മുറിക്കകത്ത് വെളിപ്പെടണം. तो मेरे कमरे में प्रकट हो, അല്ലാത്ത പക്ഷം नहीं तो അടുത്ത